ഈ മൈതാനത്ത് വെച്ച് ആദ്യം ചോദ്യം ചെയ്യുന്നു, പിന്നീട് ഇങ്ങനെ ആളുകൾ കൂട്ടമായി ആക്രമിച്ചു, വട്ടം ചേർന്ന് കൂട്ടമായി ആക്രമിച്ചു എന്നുള്ളതാണ് ദൃക്സാക്ഷികളിൽ നിന്ന് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. ഇതാരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ 3 പേരിൽ അപ്പുറത്തേക്ക് ഇതിൽ ആളുകളുണ്ട് എന്ന് പോലീസ് പറയുമ്പോൾ ഇതാരൊക്കെയാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അരുൺ പൂപ്പറമ്പ്. റീജിത്ത്, എന്തായാലും ഇതിൽ ഇടപെട്ടിട്ടുള്ളത്, ഇത്തരം അതിക്രമത്തിൽ ഇടപെട്ടിട്ടുള്ളത് 3 ആൾ മാത്രമല്ല. നിലവിൽ ഈ പ്രതികളായിട്ടുള്ളവർ മാത്രമല്ല, കൂടുതൽ പേരുണ്ട് എന്ന കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആരൊക്കെയാണെന്നതിനെ സംബന്ധിച്ച് ഒരു വിശദാംശങ്ങളും പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല. അത് സംബന്ധിച്ച ചില സൂചനകളും അതിനെ തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളും അവരെ പക്കലുണ്ട്. ആ തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം അവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൂടുതൽ പേരുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ഒരു 3ഓളം പേർ പോലീസിൻ്റെ ഒരു നിരീക്ഷണത്തിലുണ്ടാവുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ഉണ്ട്. ആ 3 പേരെ കൂടി ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ആൾക്കാരെ അവിടെ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇനിയിപ്പോൾ മർദ്ദനത്തിൽ ആരൊക്കെ പങ്കെടുത്തു, അതായത് ഈ യുവാവിനെ മർദ്ദിക്കുന്നതിന് വേണ്ടി ആരൊക്കെ നേതൃത്വം നൽകി, കൂടുതൽ പേരുണ്ടോ, ഈ സദാചാരാക്രമണം, അതായത് ഈ അവഹേളനം, അപമാനം ആ യുവതിക്കുൾപ്പെടെ അവിടെ നൽകിയതില്ല, അതിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. എന്തായാലും 3 പേരല്ല പ്രതിപട്ടികയിൽ ഉണ്ടാവുക, കൂടുതൽ പേർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതിൽ ഈ കാര്യത്തിൽ, അതായത് ആ സദാചാര അവഹേളനം, അതോടൊപ്പം തന്നെ അതിനുശേഷം മൈതാനത്തെത്തിച്ചുകൊണ്ടുള്ള മർദ്ദനം എന്നതിലൊക്കെ കൂടുതൽ പേർ ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ചില തെളിവുകളും വിവരങ്ങളും ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചില ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സദാചാര ആക്രമണത്തിന് തെളിവുണ്ട് എന്ന് പോലീസിന് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ട സാഹചര്യം ഒരുക്കിയതിലൊന്ന് ഈ യുവതിയുടെ കുടുംബം മുന്നോട്ട് വെച്ച ചില ആക്ഷേപങ്ങളാണ്. നിലവിൽ അറസ്റ്റ് ചെയ്തവർക്ക് ഇതുമായി ബന്ധമില്ല, ഈ ആൺ സുഹൃത്താണ് ഇതിൽ കുറ്റക്കാരൻ, ഈ ആൺ സുഹൃത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ സ്വഭാവത്തിൽ മനനൊന്താണ് ഈ റസീന ആത്മഹത്യ ചെയ്തത് എന്നൊക്കെയുള്ള ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പോലീസ് അതിനെ വിശദീകരിക്കുന്ന അതുകൂടി പരാതിയുടെ ഭാഗമായി ആ പരാതിയിലും വിശദമായ അന്വേഷണം ഉണ്ടാവുമെന്നാണ്. എന്താണ് പോലീസ് ഈ ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഏത് തരത്തിലാണ്, അയാൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പോലീസിന് വിവരമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പ്. മയിൽ സ്വദേശിയായിട്ടുള്ള യുവാവ് നിലവിൽ മിസ്സിംഗ് ആണ്. അയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. അയാളെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ആ കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങൾ പോലീസിൻ്റെ പരിഗണനയിലുണ്ട്, അത് പോലീസിൻ്റെ അന്വേഷണ പരിധിയിലുണ്ട്. അത് ഈ പ്രതികളല്ല, അതായത് ഇത്തരത്തിലുള്ള പണം ഉൾപ്പെടെ ശാരീരികമായും അതോടൊപ്പം സാമ്പത്തികമായും ഈ യുവതിയെ റസീനയെ ചൂഷണം ചെയ്തത് യുവാവാണ്. അത് ഈ പുറത്തറിഞ്ഞപ്പോൾ ഉണ്ടായ മനോവിഷമമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് കുടുംബം പറയുന്നത്. ഈ പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിന് ശേഷമാണ് അവർക്ക് ആ കാര്യങ്ങളൊക്കെ ബോധ്യമായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം വെളിപ്പെടുത്തുന്നതെന്നാണ് റസീനയുടെ മാതാവ് നമ്മോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത്. അവർ അത് പറയുക മാത്രമല്ല, തലശ്ശേരി ACPയുടെ മുമ്പാകെ രേഖാമൂലം ഇപ്പോൾ അതിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൽ കൂടി അന്വേഷണം നടത്തണം. ഈ സുഹൃത്തിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ഇവരുടെ ആരോപണങ്ങൾ അത് ശരിയാണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം നടത്തണം എന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും കമ്മീഷണർ പറഞ്ഞനുസരിച്ച് അതുകൂടി അന്വേഷണ പരിധിയിലുണ്ട്, ആ കാര്യങ്ങൾ കൂടി അന്വേഷിക്കും. പക്ഷേ അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ യുവാവിനെ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും യുവാവിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. യുവാവിനെ കണ്ടെത്തിയാൽ ആ കാര്യത്തിൽ കൂടി ചോദ്യം ചെയ്ത് അതിലൊരു വ്യക്തത വരുത്തും. ഈ കുടുംബം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു പരിശോധന എന്തായാലും നടത്തുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതും പോലീസിൻ്റെ അന്വേഷണ പരിധിയിലുണ്ട്. ഇപ്പോൾ തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ, ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ ഈ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുമുണ്ട്. എന്നാലും സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇതിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. റിജിത്ത്.